ആ വായ് വളർന്നിട്ട് വായിൽ വെച്ച് കൊടുക്കുന്നില്ലല്ലോ. അങ്ങനെ അടുത്തിൻ്റെയും ഏട്ടൻ്റെയും രണ്ടാമത്തെ വിവാഹ വാർഷികം കേക്ക് മുറിച്ച് ആഘോഷിച്ചു. വലിയ പരിപാടിയൊന്നുമില്ല, ചെറിയ പരിപാടിയല്ലോ. അധികം ആൾക്കാരോടൊന്നും പറഞ്ഞില്ല കേട്ടോ. പുറത്തുനിന്ന് ആരുമില്ല. ഇതാ ശ്രേയം നിശാന്തും വന്നിട്ടുണ്ട്. എന്താ ചങ്കമ്മ ആടി ഇരുന്നിട്ടുണ്ട്. അടിപൊളി. രാത്രി ആയി കേട്ടോ, സമയം ഏകദേശം 9 മണിയായി കേട്ടോ. ഇത് 9 മണിയായി. കേക്കെല്ലാം മുറിക്കാൻ ലേറ്റായി പോയി. ശ്രേയും നിശാന്തും വരാൻ വേണ്ടി ലേറ്റായിന്, അതുകൊണ്ടാണ്. അടിപൊളി. കൈക്കടിക്ക് നോക്കണേ. സുന്ദരിക്ക് വാരി വെച്ചെടുത്താ. ഇതാ എൻ്റെ വക ഗിഫ്റ്റ് കേട്ടോ. ഇത് അടുത്ത നമുക്ക് ഇപ്പം തന്നെ ഇടുക, എന്നിട്ട് കാണിച്ചു തരണം കേട്ടോ. കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് മാറ്റാം. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തിയാ. ടോപ്പാണ്, ടോപ്പ് ഏട്ടന്. ഏട്ടിന് അത് 2 ഷർട്ട് ഉണ്ട്, എനിക്ക് ഇഷ്ടത്തിലെടുത്തോ. അല്ല, ഒന്നണക്കാന്ന് കളറൊക്കെ അത് ഇഷ്ടപ്പെടുവാന്ന് പറയാൻ പറ്റില്ല. ഓർത്തിന്നാ ഓനോടത്തെ നീ എടുക്ക് ഇട്ട് നീ ഇഷ്ടമില്ല ഒന്നും ഇതിനകത്ത് എടുത്തിട്ട് ഇപ്പം തന്നെ ഉണ്ട്. നേരത്തെ ഇപ്പം തന്നെ ഉണ്ടേ. എന്താ ഇവര് ഗിഫ്റ്റെല്ലാം പൊളിക്കുന്നുണ്ട്. നീ കൊടുത്ത് ഞാൻ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ആരെങ്കിലും ഒരാളെ കൊടുക്കുക, അല്ലേ ഇങ്ങോട്ടാ ഞാൻ കൊടുക്കാം. ഏതാ എനിക്ക് ഇഷ്ടപ്പെട്ട ഷർട്ട് അതാണ്. അപ്പോൾ ഇത് ഞാൻ എടുക്കാം കേട്ടാ. 2 വാങ്ങിന, അപ്പോൾ ഒന്നെടുക്കാം. ഓനതാ പോലെ ഇഷ്ടപ്പെട്ടെ. ആരാ അടുത്ത്? അതിലാരില്ലേ? എന്നാ കൊടുക്ക് വേഗം. അത് നീ കൊടുക്ക്, നീ എടുത്ത് കൊടുക്ക്. അത് അമ്മക്കൊരു ഗിഫ്റ്റ്. അമ്മേൻ്റെ ഉണ്ടോ? അമ്മേൻ്റെ കല്യാണ വാർഷികമായ അച്ഛൻ്റെയും അമ്മേൻ്റെയും ഫോട്ടോ ഫ്രെയിം ചെയ്തത് ശ്രേയ അമ്മക്കൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി. അപ്പോൾ ഞാൻ വാങ്ങിക്കൊടുത്ത ഷർട്ട് നിങ്ങളെ അഭിപ്രായം പറയണേ, കമൻ്റ് ഇടണേ. എന്തുണ്ട് ഷർട്ട്? എന്തുണ്ട്? കണക്കല്ലേ? അളവ് കണക്കല്ലേ? കളറും കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്ന് അലക്കിയിട്ടൊന്ന് ഇസ്തിരി ഇട്ട സംഭവം സെറ്റായി. രസമുണ്ടോ ശ്രേ? അമ്മ അടിപൊളിയാ. അടുത്ത് ഇഷ്ടപ്പെട്ടിനാ? ആരെ? ഏതാ ഇഷ്ടപ്പെട്ടിന്? ഏതാ ഇഷ്ടപ്പെട്ടിരുന്നേ? ഏടത്തിൻ്റെ ആണോ ഏട്ടൻ്റെ ആണോ? ഏതാ ഇഷ്ടപ്പെട്ടെ? ഓനിട്ടിട്ട് രസമുണ്ടാ? ഇത് രാവിലെ നിങ്ങളുടെ പോയി അമ്പലത്തിൽ പോയിനാ? മാമാനത്ത് പോയി. പിന്നെയോ എടാ കുയിലൂർ മുച്ചിലോട്ടാ പോയിനല്ലേ? മാമാനത്ത് പോയിട്ട് എന്നാ കഴിപ്പിച്ചേ? നെയ്വടക്കും പുഷ്പാഞ്ജലിയും കഴിപ്പിച്ചു. തിരക്കണ്ടേനാ? നിശാന്ത് കൊടുത്ത ഷർട്ട് കേട്ടാ. നമ്മൾ തൊട്ടപ്പുറത്തെ ഒരു ഏച്ചി വന്നിട്ടുണ്ട്. ഇതാ ഏച്ചീൻ്റെ മോള് മാളു ഇങ്ങോട്ടൊക്കെയാ കൃത്യസമയം വന്നിട്ടാ. നമ്മളിവരെ വിളിച്ചിട്ടൊന്നുമില്ല. പക്ഷേങ്കിൽ ഇവരെന്താന്ന് അറിയില്ല, മണം അടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. എന്തോ സ്മെല്ലടിച്ചിട്ട് വന്നതാണ് കേട്ടാ. ചിക്കടെ ചിക്കൻ ആക്കിയിട്ടുണ്ട്, നെയ്ച്ചോറാക്കിയിട്ടുണ്ട്, കേക്ക് ഉണ്ട്. അപ്പം മണം പിടിച്ചിട്ടാണ് മാള് വന്നിട്ടില്ലേ. എന്നാലും മാളു കൃത്യസമയം വന്നല്ലോ നീ. നിന്നെ എല്ലാവർക്കും അറിയാം. ഇതാ ശ്രേയ വാങ്ങിക്കൊടുത്ത കുപ്പായം കേട്ടാ. അടുത്തുണ്ട് അടിപൊളിയല്ലേ? ഇത് ശ്രേയും നിശാന്തും വാങ്ങിയ കുപ്പായം കേട്ടാ. നമ്മൾ കൊടുത്താൽ ആരെയാന്ന് ഏറ്റവും ടോപ്പ് ഡ്രസ്സ് കമന്റ് ചെയ്യണം അല്ലേ? അടുത്ത് ഇന്ന് മാമാനത്ത് പോയിട്ടില്ല, ആരെല്ലോ കണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? കുയിലൂർ പോയിട്ട് ആരെല്ലോ കണ്ടിട്ടില്ലേ? അന്ന് പറയുന്നല്ലാരും കുയിലൂർ മുച്ചിലോട്ടാവുന്ന
എന്ന് പറയുന്ന വീഡിയോ കാണലുണ്ട് പറഞ്ഞിട്ട് സംസാരിച്ചാ എന്ന് പറയുന്നത് അമ്മമ്മനെ ചോദിച്ചിനാ അടിപൊളി ഇത് ഞാൻ വാങ്ങിക്കൊടുത്തേ ഇത് അമ്മ അകത്ത് കൊണ്ടുവച്ചതാണ് രണ്ടാമത് എടുത്ത് കൊണ്ടുവരുന്നുണ്ട് ഇവരെ കാണിക്കാൻ വേണ്ടിട്ട് എന്റെ മുഖം കണ്ടാലൊന്നും പ്രശ്നമൊന്നുമില്ലണേ മുഖം കണ്ടാലെന്താന്നേ അയ്യോ നാണക്കേടന്നല്ലേ വിഷു ഹാപ്പി വിഷു നമ്മളെ വിഷു കഴിഞ്ഞിട്ടില്ല നമ്മളെ വിഷുവിനന്ന് അടുത്ത് ഉറങ്ങിപ്പോയി അതെ അതുകൊണ്ട് തന്നെ നല്ല പരിപാടി ഇതാ കല്യാണ വാർഷികത്തിന് പോക്കറ്റ് കത്തിച്ചിട്ട് ആഘോഷിക്കുന്നുണ്ട് കേട്ടാ ഇതാ നമ്മളെ മുഖം കാണിക്കാത്ത മാളു ഇപ്പൊ മുഖം കാണിച്ചിട്ട് ഇവിടെ കമ്പിത്തിരി കത്തിക്കുന്നുണ്ട് ഗായ്സ് മാളുവിന്റെ അമ്മ വന്നിട്ടുണ്ട് കേട്ടാ അമ്മ വന്നിട്ടുണ്ട് ഇത് അമ്മമ്മയാണ് കേട്ടോ നേരത്തെ കണ്ടത് കല്യാണം പറയാൻ വേണ്ടി വന്നയാന്ന് മാമനെ മാളുവിന്റെ മാമൻ കല്യാണം പറയാൻ വേണ്ടി വന്നയാന്ന് ഇത് മാളുവിന്റെ അനിയനാ ഋത്തിക്ക് അതാണ് മാളുവിന്റെ മാമൻ കേട്ടാ ഓൻ്റെ അന്ന് കല്യാണം ഓൻ്റെ കല്യാണം പറയാൻ വേണ്ടി വന്നയാന്ന് ആദ്യം തന്നെ മാള് വന്നോണ്ടാണ് ഞാൻ ആദ്യം വീഡിയോ എടുത്തത് മാള് ഇവിടെ മറിഞ്ഞു നിൽക്കുന്നുണ്ട് ഈ തൂണിന് മറിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടാ ഇതാ മാളിനെ പിടിച്ചേ നേരത്തെ കല്യാണം ആയിട്ടില്ല ആ പൊന്തട്ടെ അടിപൊളി ഇതുവരെ ആരും ഇങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടാവല്ലോ കേട്ടാ കല്യാണ വാർഷികോ അടിപൊളി അമ്മയും കമ്പിത്തിരി കത്തിക്കുന്നുണ്ട് കേട്ടാ അടിപൊളി ഇത് നമ്മളെ അതിഥികളെല്ലാം പോക്ക കേട്ടാ പ്രതീക്ഷിക്കാണ്ട് വിളിക്കാണ്ട് വന്ന അതിഥികള് ഒരു കല്യാണം പറയാൻ വേണ്ടി വന്ന കേട്ടാ കുറച്ച് രാത്രിയായി പോയിന് ബാക്കി എല്ലായിടത്തും പോയി പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ അടുത്ത് വന്നതാണ് നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഏച്ചിയാണ് കേട്ടോ ഓക്കെ എന്നാ ശരി നമ്മളെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ കുറേ കമന്റ് 100, 250, 300 കമന്റ് ഇട്ടിട്ടുണ്ട് ആശംസ പറഞ്ഞിട്ടില്ല കമന്റാണ് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരോടും എന്നാ പറയാനല്ലേ ഏടത്തിന്റെ സംസാരം ഭയങ്കര ഇഷ്ടമാണ് കുറെ ആൾക്കാർക്ക് അപ്പൊ പറ നന്ദി മാത്രം മതിയാ അവരൊക്കെ സ്നേഹം മതിയാ ചെലവ് ചെയ്യണ്ട അവർക്ക് അപ്പൊ അവരെല്ലാം വിളിക്കാം വീട്ടിലേക്ക് രാവിലെ വിളിക്കണായിരുന്നു അല്ല ഇന്ന് കഴിഞ്ഞു നാളെ വന്നും വിളിച്ചൂടെ അടുത്ത് വിളിക്കുന്ന നാളെ എല്ലാരും വരാൻ വേണ്ടി പറ നാളെ എല്ലാരും വരാൻ ഞാനിടി ഉണ്ടാവൂല അവര് അടുത്തപ്പോൾ നാട്ടിലേക്ക് പോകും എല്ലാരും ഇങ്ങ് വന്നാല് ശ്രേയുന്നുണ്ട് എന്നിട്ട് ചോറ് കഴിക്കണ്ടേ നമ്മള് നെയ്ച്ചോറ് അടച്ചിലാക്കിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇവരിങ്ങനെ വിശക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കലാ നിശാന് കുറച്ച് വിശന്ന് നല്ലോണം കയറും അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കലാന്ന് അടുത്തേക്ക് വിശക്കുന്നില്ല 8 മണിയായില്ലേ അടുത്ത് ചോറ് കഴിച്ചു കൊടുക്കുമ്പോന്ന് ശ്രേയും നിശാന്തും വന്നതേ അവർ ലേറ്റ് ആയിട്ട് വന്നതാണ് പിന്നെ വേപ്പാട് കേക്ക് മുറിച്ചു അപ്പോൾ അടുത്തിൻ്റെ ചോറ് അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ നമ്മളിനിപ്പോൾ നെയ്ച്ചോറ് അടച്ചിലുണ്ടാലും കഴിക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം എന്തായാലും നല്ല ആഘോഷമായിട്ട് നടത്തിയല്ലേ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആഘോഷിക്കാനൊന്നും പറ്റിയിട്ടില്ല നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ മറ്റേ ഏട്ടനടി ഇല്ലാത്തതുകൊണ്ട് അവരെ അടുത്തേക്ക് അങ്ങനെ ആഘോഷമായിട്ട് നടത്തിക്കൂടാന്നുണ്ട് പോലും അപ്പോൾ ഇവർ കർണാടകക്കാർക്ക് അങ്ങനെ ആവുമല്ലോ ആദ്യത്തെ വിവാഹ വാർഷികത്തിന് അങ്ങനെ ഹസ്ബൻഡ് ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടി അമ്പലത്തിൽ പോവാനാവില്ല പിന്നെ കേക്ക് മുറിക്കാൻ ആനിവേഴ്സറി അങ്ങനെ ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ വലിയ പരിപാടി ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടോ ജസ്റ്റ് 2-3 പാട്ടിലും പാടിയിട്ടില്ല വീഡിയോ ഉണ്ടായിന് ഞാൻ കുറേ പാട്ടിലും പാടീന് അപ്പോൾ ഹസ്ബൻഡ് ഇല്ലാണ്ട് ആദ്യത്തെ വാർഷികം അങ്ങനെ ആഘോഷിക്കാൻ പാടില്ല എന്നാണ് പോലും പറയുന്നത് ഇവരങ്ങനെയാണ് നമ്മളെ ഇവിടെ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല പിന്നെ അടുത്ത് പറഞ്ഞാൽ ആഘോഷം വേണ്ടായിട്ടൊന്നും ആഘോഷം ഉണ്ടായില്ല എന്തായാലും ഈ വർഷം രാവിലെ തന്നെ മാമാനത്ത് പോയി അല്ലേ രാവിലെ മാമാനത്ത് പോയി അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം മാമാനത്ത് പോയി അവിടെ നേരെ കുയിലൂർ മുച്ചിലോട്ടാവിൽ നിന്ന് തിരുമുടിയാണ് അപ്പോൾ മുച്ചിലോട്ടമ്മനെല്ലാം കണ്ടു വൈകുന്നേരം ഇവിടെ വന്നു ഇപ്പം കേക്ക് മുറിയും പരിപാടിയെല്ലാം കഴിഞ്ഞു ഇപ്പം നല്ലൊരു നെയ്ച്ചോറ് അടച്ച് കഴിച്ച അടിപൊളിയായല്ലേ അപ്പോൾ ഓക്കെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാട്ടാ ബൈ ടാറ്റ പറയൂ ഗൈസ് നിശാന്തേ കണ്ണുകൊത്ത് നിന്നോട് ടാറ്റ പറയൂ അമ്മ ടാറ്റ പറയൂ ഏട്ടനും അനിയെല്ലാം അപ്പുറം ഉള്ളിലുണ്ട് കേട്ടാ അവരവിടെ നിന്ന് കളി കാണുന്നുണ്ട് ക്രിക്കറ്റ് IPL അപ്പോൾ ഓക്കെ ബൈ